ആയുർവേദത്തിലെ മൂത്രപ്പഴുപ്പിന് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. നല്ല റിസൾട്ട് തരുന്ന മെഡിസിൻസ്. നമസ്കാരം, ആയുഷ്കാമി ആയുർവേദയുടെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, അതായത് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ് എന്നൊക്കെ പറയുന്നത്. സോ അതായത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം സ്ത്രീകളുടെ മൂത്രനാളത്തിന്റെ നീളം വളരെയധികം കുറവാണ്. പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് സ്ത്രീകളുടെ മൂത്രനാളത്തിന്റെ നീളം കുറവായതുകൊണ്ട് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മലദ്വാരവും മൂത്രദ്വാരവും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാനായിട്ടുള്ള സാധ്യത കൂടുതൽ. മെൻസസ് നിന്ന് പോകുന്ന സമയത്ത് നമ്മളുടെ ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് മൂലം നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതൽ വരാം. പിന്നെ വെള്ളത്തിന്റെ അളവ്, ഡീഹൈഡ്രേഷൻ, അധികം നമ്മൾ വെള്ളം കുടിക്കാത്തത് കൊണ്ട് മൂത്രം കറക്റ്റായിട്ട് രീതിയിൽ പോവാതെ അവിടെ ഇൻഫെക്ഷൻസിനൊക്കെ പെരുകാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട്. അതുപോലെ തന്നെ അൺഹൈജീൻ, ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്യുന്നില്ല എങ്കിൽ കൂടെ നമുക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയവർക്ക് കാണുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേണിംഗ് മെച്ചുറേഷൻ, അതായത് നമ്മുടെ ഒരു പുകച്ചില്, മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര ഒരു പുകച്ചില് പോലെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞെങ്കിൽ കൂടെ നമുക്കത് കംപ്ലീറ്റ് മൂത്രം പോയിട്ടില്ല എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മൂത്രം ഒഴിക്കാനായിട്ടുള്ള ഒരു ഫീലിങ്സ് വരാറുണ്ട്. പിന്നെ കളർ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ഒരു ക്ലൗഡി, ഒരു കഞ്ഞിവെള്ളം ആ ഒരു കളറിൽ മൂത്രം പോവാം, അല്ലെങ്കിൽ ഒരു റെഡിഷ് കളർ മൂത്രം, രക്തത്തോടൊപ്പം തന്നെ മൂത്രം പോവാം, അല്ലെങ്കിൽ മറ്റ് കളർ ചേഞ്ചസ് ഒക്കെ, ഫൗൾ സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട് മൂത്രം ഒഴിക്കുമ്പോൾ. ഈ മൂത്രത്തിൽ പഴുപ്പ് കൂടുതലായി വരുന്ന സമയത്ത് നമുക്ക് പനി വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പക്കിന്റെ അവിടെ സൈഡിലൊക്കെ നമുക്ക് വേദന, ചിലപ്പോൾ 2 സൈഡിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു സൈഡിലൊക്കെ വേദന ഉണ്ടാവാറുണ്ട്. പിന്നെ ആണുങ്ങൾക്കാണെങ്കിൽ പ്രോസ്ട്രേറ്റിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് മൂത്രം കെട്ടിക്കിടന്ന് അങ്ങനെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില ആൾക്കാർക്ക് ഇത് എല്ലാ മാസവും വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കുള്ളൂ. അവരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ക്ഷീണമായിരിക്കുള്ളൂ. അങ്ങനെയുള്ളവർ ഇത് മാസം വരുന്നതാണ്, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെക്കാതെ അതിന് കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട്, അത് കുറച്ച് നാൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആക്കാനായിട്ട്, അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് ക്യൂർ ആക്കി നിങ്ങളുടെ ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി ഒന്നുകൂടി നിങ്ങളുടെ ബൂസ്റ്റ് ചെയ്യേണ്ടതാണ്. ചില ഗർഭിണികൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് കാണാറുണ്ട്. അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ, പനി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും കാണിച്ചില്ലെങ്കിലും നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻഫെക്ഷന്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കണം. കാരണം അങ്ങനെയുള്ളവർക്ക് പ്രീടേം ലേബർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മൂത്രത്തിൽ പഴുപ്പുള്ളവർ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ധാരാളം വെള്ളം കുടിക്കുക, കരിക്ക് വെള്ളം ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹൈജീൻ, വൃത്തിയായിട്ട് കഴുകാൻ നോക്കുക. നമ്മൾ യൂറിൻ പാസ് ആയതിനു ശേഷം കഴുകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. ഒട്ടും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കഴുകരുത്. അതുപോലെ തന്നെ മാക്സിമം അണ്ടർവെയർ ഒക്കെ കോട്ടൺ ആയിട്ടുള്ള അണ്ടർവെയർസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നല്ല വെയിലിൽ തന്നെ ഇട്ടിട്ട് വേണം ഡ്രസ്സുകൾ ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഭക്ഷണത്തിലാണെങ്കിൽ വാട്ടർ കണ്ടന്റ് കൂടിയിരിക്കുന്ന ഭക്ഷണം, അതായത് വാട്ടർമെലൺ, കുക്കുംബർ അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കരുത്. മൂത്രം ഒഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പാസ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആയുർവേദത്തിലെ മൂത്രപ്പഴുപ്പിന് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. നല്ല റിസൾട്ട് തരുന്ന മെഡിസിൻസ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ്, നിങ്ങൾ വീട്ടിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാതെ തീർച്ചയായിട്ടും അതിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ ചെയ്യാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്